വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ബ്രസീലിയൻ ക്യാരറ്റ് കേക്ക്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു 10-20 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയ ഒരു കേക്കാണ്. വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കാണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ വേണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ 2 കപ്പ് മൈദ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1.5 കപ്പ് പഞ്ചസാര. ഏത് കപ്പിലാണോ മൈദ എടുത്തത് ആ കപ്പിൽ തന്നെ, അതേ അളവിൽ തന്നെയാണ് ആ കപ്പിലാണ് നമ്മൾ പഞ്ചസാര എടുത്തത്. 1.5 കപ്പാണ് പഞ്ചസാര എടുത്തത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ 240 ml കപ്പാണ് എടുത്തത്. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ ക്യാരറ്റിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എഗ് ബീറ്ററൊന്നും നമുക്കിതിന് ആവശ്യമില്ല. ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ശേഷം ഒരു വിസ്ക് കൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ഒരു 5-7 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഈ പരുവത്തിലായി കിട്ടും. നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്ന് എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്ത്, ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് മൈദ ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ബാക്കി വരുന്ന മൈദ നമ്മൾ പുറത്തേക്ക് കളയണം. ഇനി നമുക്ക് ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു 150 ഡിഗ്രിയിൽ നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ആയിട്ടുണ്ട്. 45 മിനിറ്റ് ആണ് ഇത് ടൈം എടുത്തത്. ഓവൺ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ അലൂമിനിയത്തിൻ്റെ ഒരു നല്ല മൂടിയൊക്കെയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ചെറിയ റിങ് എന്തെങ്കിലും ഇട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ഐസിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് ബട്ടർ, 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും. ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാരയും കൊക്കോ പൗഡറും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ കൊക്കോ പൗഡറിൻ്റെ തരിതരിപ്പായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് അരിച്ചിട്ട് ഒരു കപ്പിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഐസിങ്ങും നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം.
എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചാൽ നമുക്ക് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ചൂടോടുകൂടി തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നതെങ്കിൽ ഇത് കട്ടിയായി തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിച്ചത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടൂല. എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെക്കണം. നന്നായിട്ട് ചോക്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്നത് വരെ നമുക്കിത് അടച്ചു വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസ് കഴിഞ്ഞു എങ്കിലും ന്യൂ ഇയറിന് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.